നമ്മളൊരു IPL സീസണിൻ്റെ അരികിലാണ് ഇരിക്കുന്നത്. നമ്മൾ എല്ലാ വർഷവും IPL സീസൺ മുന്നോടിയായിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ IPL സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ആശങ്കകളാണ്. കാരണം ഫസ്റ്റ് മാച്ചിൽ വലിയ രീതിയിൽ യുദ്ധം നടക്കുന്നു. അതിനെ തുടർന്ന് LPG ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ ഹോട്ടലുകളിൽ പലതും അവൈലബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അതിനു പുറമെ ബംഗാൾ, തമിഴ്നാട്, അസമിലൊക്കെ ഇലക്ഷൻ നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നിച്ചു വന്നൊരു സീസണാണ്. എന്നിട്ടും ഈ IPL നടക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത് BCCIയുടെ ഒരു മാനേജിംഗ് പവറിൽ എല്ലാവർക്കും അത്രക്കും വിശ്വാസമുള്ളതുകൊണ്ടാണ്. കാരണം കോവിഡ് കാലത്ത് പോലും ദുബായിൽ ടൂർണമെൻറ്റ് നടത്തിയവരാണത്. എങ്ങനെയാണ് സാർ ഒരു IPL നടത്തിപ്പ് എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ ഇത് ആദ്യം കാണുന്നത് 2009 ഇന്ത്യയിൽ ജനറൽ ഇലക്ഷൻ നടക്കുമ്പോൾ IPLന് സുരക്ഷിത ഇത് നടപടികൾ കൊടുക്കാൻ പറ്റില്ല എന്ന് ഗവൺമെൻറ് പറയുന്നു. ആഴ്ചകൾക്കുള്ളിൽ അത് മുഴുവനായിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് മാറ്റണം. അത് ഭംഗിയായിട്ട് നടത്തുകയും ചെയ്തു. ലളിത് മോഡി. അതെ, പിന്നീട് അത് UAE നടത്തി 2014. അപ്പം ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് എന്താന്ന് പറഞ്ഞാൽ IPLൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല, BJP ഇല്ല, കോൺഗ്രസ് ഇല്ല, TMC ഇല്ല. ഇവരെല്ലാവരും ഒരുമിക്കും. ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ രാജീവ് ശുക്ല ആയാലും അമിത്ഷായുടെ മകനായ ജയഷാ ആയാലും ഇവരൊക്കെ IPLൻ്റെ കാര്യത്തിൽ ഒരേ പാർട്ടി. ശരി, എല്ലാവർക്കും അതിന് അത്രയും നേട്ടം കിട്ടാനുള്ളതാണ്. അതിൽ IPL നമുക്കറിയാം ഏറ്റവും വലിയ മണി ജനറേറ്റ് ചെയ്യുന്നതാണ്. ഈ വർഷമാണെങ്കിൽ അവർ ടൂർണമെൻറ്റിൻ്റെ ലെങ്ത് ഒന്നുകൂടിയും കൂട്ടിയിട്ടുണ്ട്. എല്ലാ ടീമുകളും പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലാണ്. പോയ വർഷം അങ്ങനെ അല്ലായിരുന്നു, ചില ടീമുകൾ മാത്രം ഏറ്റുമുട്ടും, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ IPL ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റിന് മൊത്തമായിട്ട് ഓവർകം ചെയ്യാൻ സാധ്യതയുണ്ടോ? അതായത് ഇപ്പോൾ തന്നെ ഇപ്പോൾ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക പരമ്പര നടക്കുമ്പോൾ ടീമാണ് അവിടെ പലപ്പോഴും കളി. അതിപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നതല്ലേ. ഇപ്പോൾ പല കളിക്കാരും എനിക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കേണ്ട, IPLനുള്ള NOC തന്നാൽ മതി എന്ന് പറഞ്ഞു. വെസ്റ്റ് ഇൻഡീസിനൊക്കെ അത് കുറേ കാലമായിട്ടുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ക്രിസ് ഗെയിൽ തിരിച്ചു വരുന്നത് 2011 മറ്റേ ഡേർക്ക് നാനസിന് റീപ്ലേസ്മെൻറ്റ്. ആ സമയത്ത് വെസ്റ്റ് ഇൻഡീസ് അന്താരാഷ്ട്ര സീരീസ് കളിക്കണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ കാലം തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. കളിക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഒരു സീസൺ കളിച്ചാൽ എനിക്ക് സൗത്ത് ആഫ്രിക്കയ്ക്കോ വെസ്റ്റ് ഇൻഡീസിനോ ന്യൂസിലൻഡിനോ 10 കൊല്ലം കളിക്കണമെന്നും പൈസ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഈ IPL ഇനി കളിക്കളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് റീപ്ലേസ്മെൻറ്റുകളൊക്കെ നടന്നൊരു വർഷമാണ്. കൊൽക്കത്തയും ചെന്നൈയും ഒരു അടിമുടി റീബ്രാൻഡ് ചെയ്യപ്പെട്ട ടീമുകളാണ്. കൂടാതെ മുംബൈ, RCB ഒക്കെ ഭയങ്കര സ്ട്രോങ് ലൈനപ്പായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് സാറ് ഒരു 10 ടീമുകളെ നോക്കുമ്പോൾ, ഒരു ബേഡ് ഐവിയിൽ നോക്കുമ്പോൾ ആർക്കാണ് നല്ല ടീം ലൈനപ്പ് ഉള്ളത്? ഇപ്പം അത് പറയാൻ വളരെ വിഷമം. എന്താ വെച്ചാൽ ഇപ്പം എല്ലാ ടീമുകളും ഇപ്പോൾ ഡേറ്റ അനാലിസിസ് ഇതൊക്കെ വെച്ച് അവർക്ക് എല്ലാവർക്കും അവരുടെ ഒരു സീസൺ കഴിയുമ്പോഴേക്കും ഇത് നമ്മുടെ വീക്ക് സ്പോട്ട് ഇതാണ് അതനുസരിച്ചിട്ട് അവർ വാങ്ങും. പിന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യം പരിക്കുകൾ. ഇപ്പോൾ സൺറൈസേഴ്സിന് ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് പാറ്റ് കമ്മിൻസ് സീസണിൻ്റെ കുറച്ച് മാച്ച് മിസ് ചെയ്യും. പക്ഷേ ഈ കുറച്ച് എന്ന് പറയുന്നത് എത്ര, 5 ആണോ 7 ആണോ 8 ആണോ ആർക്കും അറിയില്ല. അതേപോലെ RCBക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായ ഹേസൽവുഡ് എത്ര കളി മിസ് ചെയ്യും, ഫുൾ സീസൺ മിസ് ചെയ്യുമോ, ഇതാർക്കും അറിയില്ല. അപ്പം അങ്ങനത്തെ 1 2 കളിക്കാരും മതി ശരിക്കും ഒരു പ്ലാൻ തെറ്റാൻ വേണ്ടി. ചെന്നൈയുടെയൊക്കെ കഴിഞ്ഞ സീസൺ നമ്മൾ ശരിക്കും കണ്ടു. എന്നാലും സാർ ഇങ്ങനെ ഒരു ലൈനപ്പ് നോക്കുമ്പോൾ ഇപ്പോഴും ഞാൻ എപ്പോഴും ആ സാധാരണ നോക്കണ 2-3 ടീമുണ്ട്. CSK എപ്പോഴും ഇപ്പോൾ സഞ്ജു ഫാക്ടറും കൂടി, അത് ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഫാക്ടറാണ് സഞ്ജുവിനെ അവർക്ക് കിട്ടിയിട്ടുള്ളത്, ഇപ്പോഴത്തെ ഫോമിലുള്ള സഞ്ജു. പിന്നെ MI എപ്പോഴും അത് അത്രയും അനുഭവമുള്ള കളിക്കാർ, രോഹിത് ശർമ്മ തൊട്ട് ഇപ്പോൾ സൂര്യ, ഇപ്പോൾ 3 ഇന്ത്യ ക്യാപ്റ്റൻസ് അല്ലേ ഒരു ടീമിലുള്ളത്. പിന്നെ RCB കോഹ്ലി, ആ ഒരു ഫാക്ടർ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. രജത് പത്തിദാർ ഉണ്ട്. പിന്നെ എൻ്റെ ശ്രദ്ധയിൽ വരുന്ന 2 ടീം വടക്കോട്ടുള്ളതാണ്. ഡൽഹിയും പഞ്ചാബും രണ്ടും നല്ല ടീംസ്. നേരത്തെ പണി തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം. അതെ, റിക്കി പോണ്ടിങ്ങിന് നല്ല വാശിയുണ്ട്. കഴിഞ്ഞ സീസൺ ഇത്ര അടുത്തെത്തി, പക്ഷെ ആ ലാസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റിയില്ല. ഡൽഹി പിന്നെ ആദ്യത്തെ സീസൺ തൊട്ട് ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു ടീമാണ്. അതിൽ ഈ ഒരു IPL നമ്മൾ ആദ്യ സീസൺ തൊട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ ആദ്യ സീസണിലൊക്കെ 200 വളരെ റെയറായിട്ടാണ് വരിക. പക്ഷെ ഇപ്പോൾ അത് 200 സ്കോർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിങ്ങനെ കൂടി വരികയാണ്.
അത് സത്യത്തിൽ കളിയോടുള്ളൊരു അപ്രോച്ച് മാറിയതാണോ അതോ പിച്ചുകൾ പൂർണ്ണമായിട്ടും ബാച്ചർമാർക്ക് അനുകൂലമായിട്ട് ഒരുക്കുന്നതുകൊണ്ടാണോ? എന്താണ് സാറിൻ്റെ ഒരു നിരീക്ഷണം? രണ്ടും പിച്ചുകൾ മാറിയത് എന്ന് പറയില്ല. ഞാൻ അപ്പോഴും ഇതേപോലത്തെ പിച്ചുകൾ തന്നെയായിരുന്നു. പക്ഷെ വലിയൊരു മാറ്റം വന്നിട്ടുള്ള മനസ്ഥിതിയാണ്. ഈ പണ്ടൊരു ടീം 3 വിക്കറ്റ് പോയി 10 റണ്ണേ സ്കോർ ബോർഡിലുള്ളൂ. അവർ പിന്നെ മുട്ടാൻ തുടങ്ങും. മറ്റേ ടെസ്റ്റ് സ്റ്റൈലിൽ കളിച്ച് എങ്ങനെയെങ്കിലും 20 ഓവർ ബാറ്റ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ 15 ഓവറിൽ ഓൾ ഔട്ട് ആയാലും കുഴപ്പമില്ല, ഞങ്ങൾ 150 റൺ എടുക്കും. അതാണ് മൈൻഡ് സെറ്റ്. അത് ആകെപ്പാടെ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ലോകകപ്പിലും കണ്ടു, ടീംസിന് വിക്കറ്റ് പോകുന്നത് അതായത് അവരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ. എന്നാലും ഒരു ഷോട്ട്സ് കളിക്കും. പിന്നെ ഇപ്പോൾ IPL ഏറ്റവും വലിയൊരു പ്രശ്നം ബോളർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇമ്പാക്ട് പ്ലെയർ റൂളാണ്. പക്ഷേ അതിൽ ഈ പിച്ചുകളുണ്ടല്ലോ, പിച്ചുകളിലും മാറ്റില്ല. അതായത് ബോളർമാർക്ക് അനുകൂലം ഇല്ലാത്ത പോലെയാണ് പല പിച്ചുകളും, പ്രത്യേകിച്ച് വാങ്കഡെ ഹൈദരാബാദ് സ്റ്റേഡിയത്തിൽ കുറച്ചൊക്കെ വലിയ വിമർശനം. പക്ഷെ മുമ്പും ഇപ്പം ഞാൻ ഒരിക്കൽ ആദ്യ സീസണിൽ ഞാൻ മൊഹാലിയിലൊരു മാച്ച് കവർ ചെയ്തതിൽ എനിക്ക് CSK പഞ്ചാബ് കിങ്സ് 11 പഞ്ചാബ് എന്നാണ്. ആ മാച്ചിൽ 450 റണ്ണോറ്റ് സ്കോർ ചെയ്തു. CSK 240 റണ്ണോറ്റ് എടുത്തിട്ട്. അപ്പം ഇങ്ങനത്തെ പിച്ചുകൾ എല്ലാ കാലത്തും ഇന്ത്യയിൽ വേനൽക്കാലത്ത് പ്രത്യേകിച്ചും ഡ്രൈ പുല്ല് എപ്പോഴും ഡ്രൈ ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് ഗ്രാസി പിച്ചൊന്നും കിട്ടുന്ന പ്രതീക്ഷിക്കേണ്ട. അല്ലെങ്കിൽ ധർമ്മശാലയിലോട്ട് പോകണം. അതുപോലെ നമ്മൾ സാധാരണ അന്താരാഷ്ട്ര ക്രിക്കറ്റിലൊന്നും IPL ഉള്ള വലിയൊരു മാറ്റമാണ് ഇമ്പാക്ട് പ്ലെയർ എന്നുള്ളത്. കാരണം 11 പ്ലെയർ ഉള്ള ഒരു ലൈനപ്പിലേക്ക് സഡനായിട്ട് വേറൊരാളെ കൂടി ആഡ് ചെയ്യുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പോലും ഇത് കൊണ്ടുപോകുന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. 2 ഡിബേറ്റ് ഉണ്ട്. അപ്പോൾ പലരും ഇത് ഭയങ്കര ഒരു ക്രിക്കറ്റിൻ്റെ ജെന്റിൽ ഇതിന് നിരക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇത് കൂടുതൽ എക്സൈറ്റിംഗ് ആക്കും കളിയെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എങ്ങനെയാണ് സാർ ഈ ഒരു? എനിക്കതൊരു വൃത്തിയായിട്ട് പരിപാടിയായിട്ട് തോന്നിയിട്ടില്ല എപ്പോഴെന്ന് വെച്ചാൽ കളിയുടെ ഒരു സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള 11 കളിക്കാരെ മാനേജ് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യക്ക് അത് ചെയ്യേണ്ടി വന്നു. ലോകകപ്പ് ജയിച്ചെങ്കിലും സൂപ്പർ 8 തൊട്ട് വരുൺ ചക്രവർത്തിയുടെ ഫോം വളരെ മോശം. അപ്പം എങ്ങനെയെങ്കിലും ആ ഒരു 5ാമത്തെ ബോളറുടെ സ്ലോട്ട് 4 ഓവർ തീർക്കണം. അപ്പം അതിന് പലപ്പോഴും ഇപ്പോൾ ഒരു ശിവൻ ദൂബെ ആയാലും ആരെങ്കിലുമൊക്കെ വന്ന് എറിയേണ്ടി വരും. അതേപോലെ വിക്കറ്റ് പെട്ടെന്ന് USA-ക്കെതിരെ 4 വിക്കറ്റ് പെട്ടെന്ന് പോണു. അപ്പോൾ പിന്നെ ക്യാപ്റ്റനായ സൂര്യയ്ക്ക് വരെ കുറച്ച് റെസ്പോൺസിബിലിറ്റിയോടുകൂടി കളിക്കേണ്ടി വരണം. ഇതൊക്കെ ഒരു കളിക്കാരുടെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യണ കാര്യങ്ങളാണ്. മറ്റ് ഇമ്പാക്ട് പ്ലെയർ വന്നാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇവനിന്ന് നല്ല ദിവസമല്ല, മാറ്റാം, വേറൊരാളെ കൊണ്ടുവരാം. അങ്ങനെ ഒരു അത് കാരണം തന്നെയാണ് ഈ സ്കോറും കൂടിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ടീംസ് പേടിയില്ലാതെ ബാറ്റ് ചെയ്യുന്നു. അത് ഒരു എക്സ്ട്രാ ബാറ്ററെ കൊണ്ടുവരാന്നുള്ള ധൈര്യത്തിലും കൂടിയാണ്. ഇപ്പോൾ ഒരു ഹൈദരാബാദിൻ്റെയൊക്കെ അപ്രോച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ എല്ലാ കളിയും 300 അടിക്കാൻ നോക്കുക. അതുപോലെ നമ്മൾ ഈ IPL ടീമുകളാണ് സത്യത്തിൽ എല്ലാ ക്രിക്കറ്റിൻ്റെ ചെയ്തേക്കും ഇങ്ങനെ പറന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയിൽ ഓൾറെഡി നമ്മുടെ IPL ടീമുകളാണ് നടത്തുന്നത്. അമേരിക്കയിലുണ്ട്, വെസ്റ്റ് ഇൻഡീസിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് വരെ കടന്നു കയറി. സാർ എങ്ങനെയാണ് ഈ ഇന്ത്യൻ ടീമുകളെ എല്ലായിടത്തും പിടിമുറക്കുന്നതിന് എങ്ങനെയാണ് നോക്കി കാണുന്നത്? എങ്ങനെയാണ് അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. കളി എല്ലാവരുടെയും വളരണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ഇപ്പോൾ അവർ ചർച്ച ചെയ്യുകയാണ് എങ്ങനെ ബിഗ് ബാഷ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. ഇത് പല രാജ്യങ്ങളിലും ആ ഒരു പ്ലാറ്റോ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ വളർന്നിട്ടില്ല. അത് കാരണമാണ് ഒരു 100ൽ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് ECB തീരുമാനിച്ചത്. ഇനിയിപ്പോൾ ഈ വരാൻ പോണ സീസൺ തീർച്ചയായിട്ടും ഭയങ്കര ക്രൗഡ്സും ഇതൊക്കെ ആയിരിക്കും. എന്നുവെച്ചാൽ ആകപ്പാടെ റീബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു ആവേശമാണ്. പക്ഷെ അവിടെ ലോക്കലി കുറച്ച് എതിർപ്പുകളില്ലേ ഈ IPL ഇന്ത്യൻ ടീമുകൾ പിന്നെ UK ടീമുകൾ? എതിർപ്പ് എന്ന് പറയുന്നത് പ്രായമായ വെള്ളക്കാരുടെ എതിർപ്പാണ്. പക്ഷെ കളി കാണാൻ പോണ അധികവും ഇന്ത്യൻസും പാകിസ്ഥാനീസുമാണ്. പിന്നെ ആകെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നത് ഈ പാകിസ്ഥാനി കളിക്കാരെ എടുക്കില്ല, അത് വേറെ ആൻറ്റി ട്രസ്റ്റ് ലോസും ഇതൊക്കെ ബ്രേക്ക് ചെയ്യോ പിന്നെ പ്രശ്നമാവോ. പക്ഷേ ഈ സൺറൈസേഴ്സ് അബ്രാറിനെ എടുത്തത് കാരണം ആ ഒരു പ്രശ്നവും ഒതുങ്ങി ഇപ്പോൾ. അതുപോലെ ഈ IPL എല്ലാ സീസണും തുടങ്ങുമ്പോൾ നമുക്കറിയാം, കാരണം ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് മത്സരങ്ങൾ വരും. ഒരു മെജോറിറ്റി മത്സരങ്ങളും ലാസ്റ്റ് ഓവറിലേക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ സമയങ്ങളിലും ഈ ഒരു പ്ലേ ഓഫ് പട്ടിക, അതായത് ആ 4 സ്പോട്ടിന് വേണ്ടിയിട്ട് ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവും. 1-2 ടീമുകൾ വെച്ച് എല്ലാവരും കോമ്പറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ വർഷവും വരുന്നൊരു അലിഗേഷനാണ്
ഇതിലൊരു ചെറിയ സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളൊരു അലഗേഷനാണ് പറയുന്നത്. സാർ എങ്ങനെയാണ് ആ ഒരു ആരോപണത്തെ നോക്കുന്നത്? എനിക്കത് സ്ക്രിപ്റ്റഡാന്ന് തോന്നിയിട്ടില്ല. ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടീമിലും അത്രയും നല്ല കളിക്കാരുണ്ട് ഇപ്പൊ. ബാലൻസ്ഡ് ആണ്. പണ്ടൊരു വ്യത്യാസം എന്തായിരുന്നു പറഞ്ഞാൽ അന്താരാഷ്ട്ര കളിക്കാർ എല്ലാ ടീമിൻ്റെയും ഏകദേശം ഒരേ സ്റ്റാൻഡേർഡ് ആയിരിക്കും. പക്ഷെ ലോക്കൽ കളിക്കാർ ചില ടീമിൻ്റെ വളരെ മോശം കളിക്കാരായിരിക്കും. ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷെ നമുക്ക് ആ പണ്ടത്തെ ഈ 8-ലെയും 9-ലെയൊക്കെ റോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആലോചിച്ചു ഓ ഇവനൊക്കെ എങ്ങനെ T20 കളിച്ചു എന്ന് ആലോചിച്ചു. ഇപ്പം അതല്ല, ഇപ്പം വളരെ നല്ല കളിക്കാർ. ഇപ്പം ഇന്നലെ KKRന്റെ നെറ്റ് സെഷൻ്റെ ഫുട്ടേജ് ഒരാൾ എനിക്ക് അയച്ചു തന്നു. നമ്മുടെ സന്ദീപ് വാര്യരും KM ആസിഫോടെ ഇപ്പോൾ ട്രയൽസിന് പോയിരിക്കുക, ഷെയ്ൻ വാട്സൻ്റെയും അഭിഷേക് നായരുടെയും കൂടെ. അപ്പം അത്രയും കളിക്കാരുണ്ട്. ഇപ്പം ഇവരൊക്കെ പീക്ക് കഴിഞ്ഞ കളിക്കാരാണ്, എന്നിട്ടും പക്ഷെ അവർക്ക് ട്രയൽസും ഇതൊക്കെ കിട്ടുന്നുണ്ട്. എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പം അത്രയും ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്. സാർ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ 2 കാലങ്ങളും കണ്ടാണ്. അതായത് ഒരു IPL മുമ്പുള്ള ഒരുപാട് മത്സരങ്ങൾ സാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമുള്ള കളികളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു IPL മുമ്പും ശേഷമുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന് സാർ നോക്കി കാണുമ്പോൾ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്? മാറ്റങ്ങൾ IPL മുമ്പ് മാറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ജോൺ റൈറ്റിൻ്റെ കാലം തൊട്ട് കുറേയും കൂടി പ്രൊഫഷണലിസം, പിന്നെ ആൻഡ്രൂ ലീപ്പസ്, ഏഡ്രിയൻ ലെറു, ഗ്രെഗ് കിങ്, ഇങ്ങനെ ഫിസിയോസും ട്രെയിനേഴ്സൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു IPL തുടങ്ങുന്നതിന് മുമ്പ്. പക്ഷെ ഒരു മൂവ്മെൻ്റായി മാറിയത് IPL കൂടിയാണ് ശരിക്കും. ഇപ്പം ഈ എല്ലാ ദിവസവും ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം. പിന്നെ ഏറ്റവും വലിയ മാറ്റം ഇവിടെ ഇപ്പം ഇന്ത്യൻ കളിക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു സിറ്റുവേഷനിൽ അവർ പതറുന്നില്ല. ഇപ്പം നമ്മൾ ലോകകപ്പിൽ കണ്ടു, ഇപ്പോൾ USA ആയാലും പല മാച്ചിലും ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഏകദേശം 200 റൺ ചേസ് ചെയ്യണം. പക്ഷെ IPL ഈ കളിക്കാരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് വളരെ പ്രഷർ സിറ്റുവേഷനിൽ 50,000 ആൾക്കാരുടെ മുമ്പിൽ. അതാണ് ഒരു വലിയ മാറ്റം. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ കിട്ടില്ല. ഇത്രയും വലിയ ക്രൗഡിൻ്റെ മുമ്പിൽ കളിച്ചിട്ടുള്ള ഒരു ശീലം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യ പാകിസ്ഥാനും ഇപ്പോൾ മത്സരം നടക്കുമ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, അതിൽ പോലും ഒരു IPL ഇൻഫ്ലുവൻസ് ആയിട്ടാണ് എനിക്ക് ആ തോന്നുന്നത്. പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ഈ ഏറ്റവും ചെറുപ്പമായിട്ടുള്ള ഒരു വൈഭവ് സൂര്യവംശി വരെ 50,000 ആൾക്കാരുടെ മുമ്പ് കളിച്ചിട്ടുണ്ട് 14 വയസ്സിൽ. അപ്പം പിന്നെ 1-2 സീസൺ അങ്ങനെ കളിച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് പ്രഷർ ഫീൽ ചെയ്യാതെ ഒരു രീതിയാവും. ഈ IPL കുറിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെയൊക്കെ IPL ഭയങ്കര പോപ്പുലർ എന്ന് പറയുമ്പോൾ IPL ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇത് ഒറിജിനൽ ക്രിക്കറ്റ് അല്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. സാറിൻ്റെ ഒരു പേഴ്സണൽ എങ്ങനെയാണ് ഈ IPL മത്സരങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് കാണാൻ ഇഷ്ടം. അത് പക്ഷെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരിക്കലും ഞാനത് ടെസ്റ്റ് ക്രിക്കറ്റായിട്ടോ ഈവൻ 50 ഓവർ ക്രിക്കറ്റായിട്ട് കമ്പയർ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ അത് കുറേ കൂടി ഒരു സ്ട്രാറ്റജിയും ടാക്ടിക്സും ടെക്നിക്ക് കുറേ പ്രാധാന്യം കൊടുക്കുന്ന ഫോം, പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റ്. ഇതല്ല, ഇത് ഓർഗനൈസേഴ്സിൻ്റെ ഉദ്ദേശം വരെ കാണികൾക്കൊരു നല്ലൊരു ഔട്ടിങ് കൊടുക്കുക. അതാണ് ഏറ്റവും വലിയൊരു എയിം ശരിക്കും. ഈ കാണികളാണല്ലോ ഈ കോൺട്രാക്റ്റ്. ഇപ്പോൾ BCCIയുടെ പണം എന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ 90% IPL നിന്നാണ്, വേറെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നൊന്നുമല്ല. അപ്പം ആ പണം കൊടുക്കുന്നത് ഈ കാണികളാണ്. ഈ ഓരോ നഗരത്തിലും 7 ഹോം മാച്ചിന് പോണ കാണികളാണ്. അപ്പം അവർക്ക് എന്താ കാണേണ്ടത്? പലപ്പോഴും 4-ഉം 6-ഉം മാത്രമാണ്. അപ്പം അവർ പ്യൂറിസ്റ്റ് ഫാൻസ് അല്ലെങ്കിലും ആയിക്കോട്ടെ. അതുപോലെ നമ്മൾ ഈ IPL കുറിച്ച് പറയുമ്പോൾ സാധാരണ പറഞ്ഞു ഇമ്പാക്റ്റ് പ്ലെയർ റോള് ഭയങ്കര ഒരു മോശം എന്നല്ല. അതുപോലെ എനിക്ക് ഈ ചിയർ ഗേൾസ് ഭയങ്കര മോശം എന്നുള്ള ടൈപ്പാണ്. കാരണം ഓൾറെഡി ഒരു കളിക്കളത്തിൽ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാകുമ്പോൾ ഈ പുറത്തെന്തിനാണ് ഈ ഒരു സർക്കസ് നമുക്ക് തോന്നാറ്. അതുപോലെ മറ്റെന്തെങ്കിലും എലമെൻറ്റ്സ് ഇതിൽ മാറ്റിയാൽ കൊള്ളാമെന്നുള്ള തോന്നിയിട്ടുണ്ടോ? എനിക്കിത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ ഇത് ഒന്നാമത് നമ്മൾക്ക് തീരുമാനിക്കാനുള്ള അധികാരമില്ല. ഇതൊരു ബോർഡിൻ്റെ ഇവൻ്റ് ആയിരുന്നെങ്കിൽ ആണ്, BCCIയുടെ ടൂർണമെൻ്റ് ആണ്. പക്ഷെ ഇത് ഓരോ മാച്ച് നടത്തേണ്ട ആ നഗരത്തിലത്തെ ഫ്രാഞ്ചൈസാണ്. അപ്പം അവർക്ക് എങ്ങനെ നടത്തണം? ഇപ്പോൾ വിജയ് മാല്യയാണ് ഈ ചിയർ ഗേൾസിൻ്റെ ഐഡിയ ആദ്യം കൊണ്ടുവന്നു. അമേരിക്കൻ സ്പോർട്ടിൽ അദ്ദേഹം കണ്ടത് കാരണം അത് പിന്നെ ബാക്കി ടീമുകളൊക്കെ എടുത്തിതാക്കാൻ തുടങ്ങി. അതിൽ ചില ടീംസ് ആ കാലത്ത് സാരിയിലാക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പലതരം കോമാളിത്തരം ഉണ്ടായിരുന്നു അപ്പോൾ. പക്ഷേ ഇതൊരു എൻഡ് ഓഫ് ദ ഡേ ഇതൊരു പ്രൈവറ്റ് ടൂർണമെൻ്റാണ്, പ്രൈവറ്റ് ഓണർഷിപ്പുള്ള ടീംസ്. അപ്പോൾ അവർ ചെയ്യേണ്ടത് ചെയ്യും.
ചില കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ വരെ ഈ ഫാൻ പാർക്സ് ഭയങ്കര പോപ്പുലറായി മാറിയിട്ടുണ്ട്. പാലക്കാടൊക്കെ ഭയങ്കര crowd ആ. അതെ. അപ്പൊ എല്ലാ കളിക്കും ഇന്ത്യ ചുറ്റും ഈ ഫാൻ പാർക്സ് സെറ്റപ്പ്. പക്ഷെ എല്ലാവർക്കും സ്റ്റേഡിയത്തിൽ പോകാൻ പറ്റില്ല. അപ്പൊ ആ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ ചില മൂവ്സ് ശരിക്കും പിന്നെ ക്ലിക്ക് മറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോർട്സുകൾ പോലും ഇത് കടം കൊണ്ടുവന്നുള്ളതാണ്. ഫുട്ബോൾ ആയാലും അതെ ഹോക്കി ആയാലും ഒക്കെ ഇതേ അതെ മാതൃക പിന്തുടർന്നെന്നും പറയാം. അതുപോലെ തന്നെ ഈ ഒരു IPL നമുക്കറിയാം ഭയങ്കര ലാഭമാണ്. അതായത് BCCIക്ക് ഭയങ്കര ലാഭമാണ്. പക്ഷെ നമ്മൾ ഓരോ ഫ്രാഞ്ചൈസികൾ എടുത്ത് നോക്കുമ്പോൾ ഓരോന്നിലും ഇൻവെസ്റ്റ് ചെയ്തവർ ഇതെങ്ങനെയാണ്, ഇതൊരു പ്രോഫിറ്റ് മോട്ടീവിലാണ് കൊണ്ടുപോകുന്നത്, അതോ ഇവരെന്താ പറയുക ഒരു പ്രൈഡ് പോലെ ടീമിനെ കൊണ്ടുപോകുന്നത്? പ്രോഫിറ്റ് ആണല്ലോ. നമ്മളിപ്പോ വിൽക്കാൻ വെച്ചിട്ടുള്ള രണ്ട് ടീം രാജസ്ഥാൻ റോയൽസും RCBയും. വിജയ് മാല്യ RCBക്ക് കൊടുത്തത് $112 മില്യൺ ഒക്കെയാണ് 2007. ഇപ്പം അതിൻ്റെ 15 ബില്യൺ. ഇരട്ടിക്കായിരിക്കും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആവ്രം ഗ്ലേസർ ആയിരിക്കും. ആരാന്ന് തീരുമാനമായിട്ടില്ല. പക്ഷെ 3 ബിഡ്സാണ്. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് കാണുന്നത് അല്ലേ? അതെ, ലോങ് ടേം അത് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കണ ഒരു ഇൻവെസ്റ്റ്മെന്റ്. എന്താ വെച്ചാൽ ഈ IPL ആ മാർക്കറ്റ് വലുതായിട്ടേ ഉള്ളൂ, ഇനിയും വലുതാവാനേ പോകുന്നുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു TV റൈറ്റ് സൈക്കിൾ കഴിയുമ്പോൾ 2 ടീമും കൂടി ചേർക്കും. അത് ചിലപ്പോൾ ഒന്ന് കേരളത്തിലായിരിക്കും. അപ്പോൾ 12 ടീമും കൂടി ആയിക്കഴിഞ്ഞാൽ അവരത് 2 ഡിവിഷനാക്കി മാറ്റി അമേരിക്കൻ സ്പോർട്സിൽ ചെയ്യണ പോലെ ക്രോസ് കോൺഫറൻസ് പ്ലേ ഒക്കെ വെച്ച് ചുരുങ്ങിയത് ഒരു 15 കളി ഒരു ടീം കളിക്കണ വിധത്തിൽ ഒരു വലിയ സീസണാക്കി മാറ്റും. അതുപോലെ സാറേ ഈ ഒരു IPL സീസൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഏറ്റവും നോക്കുന്ന ഒരു ബാറ്റർ, ഒരു ബോളർ, ഒരു ടീം കൂടി പറയുന്നു. എല്ലാവരും സഞ്ജുവിൻ്റെ പെർഫോമൻസ് നോക്കുന്നുണ്ട്. അതല്ലാതെ ഒരു ബാറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് വൈഭവ് സൂര്യവംശി ആയിരിക്കും. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭാവി വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു കളിക്കാരൻ ഒരു തുടക്കം ഭയങ്കരമായി തുടങ്ങിയിട്ട് ഇപ്പോൾ പോൾ വാൾത്താട്ടിയൊക്കെ പണ്ട് കിങ്സ് 11ൻ്റെ കൂടെ, പിന്നീട് അവർക്ക് സ്വപ്നിൽ അസ്നോഡ്കർ, ഇവർക്കൊന്നും ആ 2ാമത്തെ 3ാമത്തെ സീസണിൽ ക്ലിക്കാവാൻ പറ്റിയില്ല. പക്ഷെ വൈഭവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് ക്ലിക്ക് ചെയ്യുന്നു. പക്ഷെ ആ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അടുത്ത ഗോൾഡൻ ബോയ് എന്നുള്ള ഒരു ടാഗ്, അത് ശരിക്കും ഒരു പ്രഷർ തന്നെയാണ്. പിന്നെ ബോളിംഗ് ഭാഗത്തുനിന്ന് എനിക്കൊരു നല്ലൊരു സ്പിന്നറിനെ കാണണം എന്നൊരാഗ്രഹമുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ശരിക്കും നമുക്കില്ലാത്തത് അതാണ്. ഇപ്പോൾ വരുൺ ചക്രവർത്തിയുടെയൊക്കെ മിസ്റ്ററി സ്പിൻ എന്ന് പറയുകയാണെങ്കിലും ബോൾ ടേൺ ചെയ്യണില്ല ശരിക്കും. നമുക്ക് ബോൾ ടേൺ ചെയ്യണ ഒരു സ്പിന്നറിനെ കാണാൻ ശരിക്കും അതിൻ്റെ ഒരു കൗതുകം തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരാളെ കിട്ടുകയാണെങ്കിൽ അത് ഇപ്പോൾ വിഘ്നേഷ് പുത്തൂർ അത് കഴിഞ്ഞ സീസൺ ചെയ്തു ശരിക്കും. കഴിഞ്ഞ സീസൺ അല്ല, അതിന് മുമ്പ് കഴിഞ്ഞ സീസൺ സോറി. അപ്പോൾ അങ്ങനത്തെ ഒരു കളിക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു കാണാനൊരു രസമാണ്, പ്രത്യേകിച്ച് ലെഗ് സ്പിന്നേഴ്സ്. ഒരു ടീം ഏതായിരിക്കും ഒരു എക്സൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലത്തെ ടീം ഏതായിരിക്കും? ടീം ഞാൻ പഞ്ചാബിനെ നോക്കും. എന്ന് വെച്ചാൽ അവർ കുറച്ച് വാശിയോടുകൂടി കളിക്കുന്നു തോന്നുന്നു. പിന്നെ ഹൈദരാബാദ് എപ്പോഴും ഒരു എന്താ പറയുക, വേറെ ഒരു ഗിയറും ഇല്ല, 5ാമത്തെ ഗിയർ മാത്രമുള്ള ഒരു വണ്ടി പോലെയാണ്. അത് ചിലപ്പോൾ 300 എത്തും, ചിലപ്പോൾ 80 ഓൾ ഔട്ടാവും. അപ്പം അതിൻ്റെ ഒരു രസമുണ്ട് കാണാൻ. പിന്നെ എനിക്ക് കോഹ്ലിയോടുള്ള ഒരു താല്പര്യം കാരണം RCBയുടെ എല്ലാ മാച്ചും കാണും.